തലസ്ഥാനത്തിൻ്റെ യാത്രാ ദുരിതത്തിനും തിരുവനന്തപുരം നിവാസികളുടെ ഏറെക്കാലത്തെ സ്വപ്നത്തിനും അവസാനം ആവുകയാണ്. തിരുവനന്തപുരം മെട്രോയുടെ കാര്യത്തിൽ ഈ മാസം തീരുമാനമുണ്ടോ എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ പുറത്തു വന്ന റിപ്പോർട്ട് പ്രകാരം ഈ മാസം തന്നെ പുതിയ DPRൻ്റെ കാര്യത്തിലും പുതിയ ലൈനിൻ്റെ കാര്യത്തിലും തീരുമാനം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ വാർത്തകൾ സൂചിപ്പിക്കുന്നത്. മനോരമ ന്യൂസ് പുറത്തുവിട്ട വാർത്ത പ്രകാരമാണെങ്കിൽ ഈ മാസം അവസാനത്തോടെ പുതുക്കിയ റൂട്ട് അടക്കമുള്ള നിർണായക തീരുമാനങ്ങൾ ഈ മാസം ഉണ്ടാകും. അനുമതിയുടെ കാര്യത്തിലും ഈ മാസം തീരുമാനമുണ്ടാകുമെന്നാണ് അവർ പറയുന്നത്. മനോരമ ന്യൂസ് പുറത്തുവിട്ട വാർത്ത പ്രകാരം അന്തിമ അലൈൻമെൻ്റ് ഉൾപ്പെടെ AAR അംഗീകരിക്കപ്പെടുന്നതോടെ കേന്ദ്ര നഗരകാര്യ മന്ത്രാലയത്തിൻ്റെ അനുമതിക്ക് അയക്കും. കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് ലഭിക്കാൻ ഇത് അനിവാര്യമാണെന്നും അവർ സൂചിപ്പിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ തീരുമാനമെടുത്ത ശേഷം മന്ത്രിസഭയുടെ അംഗീകാരത്തിന് സമർപ്പിക്കുമെന്നും വാർത്തയ്ക്കകത്ത് പറയുന്നുണ്ട്. പദ്ധതിയുടെ നടത്തിപ്പ് ചുമതലക്കാർ കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡാണ്. KMRലാണ്. KMRൽ പുതിയ അലൈൻമെൻറ്റും പുതിയ DPRും സംസ്ഥാന സർക്കാരിന് അടുത്തിടെ നൽകിയിരുന്നു. നിർദ്ദേശിച്ച റൂട്ടിനകത്ത് വ്യത്യാസമുണ്ട്. മുൻപ് പറഞ്ഞിരുന്ന റൂട്ടിനകത്തല്ല ഇപ്പോൾ പുതിയ പ്രകാരം റൂട്ട് പോകുന്നത് മനോരമ ന്യൂസ് പറയുന്നുണ്ട്. നിലവിലത്തെ പ്രകാരം കഴക്കൂട്ടത്ത് ടെക്നോ പാർക്കിന് മുന്നിൽ നിന്നാണ് പുതിയ റൂട്ട് ആരംഭിക്കുന്നത്. മാത്രമല്ല കഴക്കൂട്ടം മുതൽ കിഴക്കേക്കോട്ട പുത്തരിക്കണ്ടം മൈതാനം വരെയായിരിക്കും പുതിയ റൂട്ടെന്ന് മനോരമ ന്യൂസ് എന്ന് പറയുന്നുണ്ട്. അതുപ്രകാരം ടെക്നോ പാർക്ക്, കാര്യവട്ടം യൂണിവേഴ്സിറ്റി ക്യാമ്പസ്, അതിനുശേഷം ഉള്ളൂർ, പിന്നെ മെഡിക്കൽ കോളേജ്, മുറിഞ്ഞപാലം, പട്ടം, PMG, നിയമസഭയ്ക്ക് മുന്നിലൂടെ പാളയം, ബേക്കറി ജംഗ്ഷൻ, തമ്പാനൂർ സെൻട്രൽ ബസ് ഡിപ്പോ, തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ, പുത്തരിക്കണ്ടം മൈതാനം എന്നതാണ് നിർദ്ദേശിച്ച റൂട്ട്. നേരത്തെ നിർദ്ദേശിച്ച റൂട്ട് പ്രകാരം നിയമസഭയുടെ മുന്നിൽ നിന്ന് മാറത്തില്ല. നിയമസഭയുടെ മുന്നിൽ നിന്ന് പാളയത്തിന് പോകത്തില്ലായിരുന്നു. നേരത്തെ നിയമസഭ മുന്നിൽ നിന്ന് നേരെ സെക്രട്ടേറിയറ്റ് മുന്നോട്ട് പോകാനായിരുന്നു നിലവിലത്തെ റൂട്ടുണ്ട്. മാത്രമല്ല മുൻപത്തെ റൂട്ടിനകത്ത് പ്രകാരം മെഡിക്കൽ കോളേജ് വഴി ആയിരുന്നില്ല റൂട്ട്. അതിന് പകരം കേശവദാസപുരം വഴിയായിരുന്നു റൂട്ട്. അതുകൂടി മാറ്റി മെഡിക്കൽ കോളേജ് വഴി ആക്കിയിരിക്കുകയാണ്. മെഡിക്കൽ കോളേജും നിയമസഭയുമായിട്ട് ലിങ്ക് ചെയ്യിക്കുകയാണ്. മെഡിക്കൽ കോളേജ് നിയമസഭയും തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനുമായിട്ട് ലിങ്ക് ചെയ്യിക്കുകയാണെങ്കിൽ യാത്രക്കാരണത്തിൽ വൻ വർധനം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന പുതിയ റിപ്പോർട്ടിനെ തുടർന്നാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. നേരത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഉണ്ടായിരുന്നു. കഴക്കൂട്ടം എന്നല്ലായിരുന്നു ആരംഭിക്കാൻ തീരുമാനിച്ചിരുന്നത്. കഴക്കൂട്ടത്തിന് പകരം തോന്നിക്കലിലെ പുതിയ ടെക്നോസിറ്റി ക്യാമ്പസിനടുത്ത് നിന്നായിരുന്നു ആരംഭിക്കാൻ തീരുമാനിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് അവിടെ സ്ഥലം ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ നിലവിലത്തെ DPR, നിലവിലത്തെ അലൈൻമെൻറ്റ് പ്രകാരം അത് കഴക്കൂട്ടത്ത് നിന്ന് ആരംഭിക്കണമെന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അത് പ്രകാരമുള്ള അലൈൻമെൻറ്റാണ് ഇപ്പോൾ കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് പുറത്തിറക്കിയിട്ടുള്ളത്. അതിൻ്റെ നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ഇതിനകത്താണ് ഇപ്പോൾ ഏറ്റവും അവസാനം ഈ മാസം അവസാനത്തോടെ നിർണായകമായ തീരുമാനം ഉണ്ടാകുമെന്ന് ഇപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത. നേരത്തെ അവസാനിക്കുന്ന കിഴക്കേക്കോട്ട മുതൽ നെയ്യാറ്റിൻകര വരെ പുതിയൊരു ലൈൻ കൂടി അവർ പരിഗണിച്ചിരുന്നു രണ്ടാം ഘട്ടമായിട്ട്. എന്നാൽ രണ്ടാം ഘട്ട ലൈനായിട്ട് പരിഗണിക്കാൻ പോകുന്നത് പാളയം മുതൽ കൊടുപ്പനക്കുന്ന് സിവിൽ സ്റ്റേഷൻ വരെയുള്ള റോഡായിരിക്കുമെന്ന് ഇപ്പോൾ ഈ വാർത്തയ്ക്കകത്ത് പറയുന്നുണ്ട്. 2015 ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ സമയത്ത് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് മാതൃകയിൽ തിരുവനന്തപുരത്തും കോഴിക്കോട്ടും റാപ്പിഡ് മെട്രോ നടപ്പാക്കാൻ വേണ്ടി കേരള റാപ്പിഡ് ട്രാൻസിറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് രൂപീകരിച്ചത്. DMRC ആയിരുന്നു 2014 ആദ്യത്തെ വിശദമായ പദ്ധതി രേഖ സംസ്ഥാനത്തിന് നൽകിയത്. എന്നാൽ അതിനുശേഷം പിന്നെ 10 വർഷത്തോളം പിന്നെ എഴഞ്ഞാണ് പോയിക്കൊണ്ടിരുന്നത്. മാത്രമല്ല ഈ പദ്ധതിക്കെതിരായിട്ട് തിരുവനന്തപുരത്തേക്ക് പുതിയ മെട്രോ പദ്ധതി വരുന്നതിനെതിരായിട്ട് ഒരുപാട് നീക്കങ്ങൾ നടന്നിരുന്നു. അതിനുശേഷം അവസാനമാണ്. മാത്രമല്ല ഒരുപാട് പഠനങ്ങളും ഒരുപാട് അലൈൻമെൻറ്റ് മാറ്റങ്ങൾ നടത്തിയതിന് ശേഷമാണ് ഇപ്പോൾ അവസാന അലൈൻമെൻറ്റിലൂടെ എത്തിയിട്ടുള്ളത്. ഇതിനും അംഗീകാരം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷ നിലവിലത്തെ രീതിയിൽ ഈ മാസം തന്നെ സംസ്ഥാന സർക്കാരിന് അനുമതിക്കാൻ സമർപ്പിക്കും. മാത്രമല്ല നിർണായകമായ തീരുമാനം ഈ മാസം തന്നെ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത. മാത്രമല്ല അടുത്ത വർഷം അവസാനത്തോടെ സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ ഇലക്ഷൻ നടക്കാനിരിക്കുകയാണ്. BJP ഏറെ പ്രതീക്ഷ അർപ്പിക്കുന്ന കോർപ്പറേഷൻ ഒരേ ഒരു കോർപ്പറേഷൻ തിരുവനന്തപുരമാണ്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തേക്ക് ഒരു വൻകിട പദ്ധതി കൊണ്ടുവന്നു എന്നുള്ള മൈലേജ് കാണിക്കാൻ കൂടി BJP ഈ ശ്രമത്തെ ഉപയോഗിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അനുമതി കിട്ടുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷ. എന്തായാലും കേന്ദ്ര നഗരകാര്യ മന്ത്രാലയത്തിന് അനുമതിയില്ലാതെ, മാത്രമല്ല നഗരകാര്യ മന്ത്രാലയത്തിൻ്റെയും കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിൻ്റെയും അനുമതിയില്ലാതെ ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ ശുഭകരമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏറെക്കാലത്ത് അനിശ്ചിതത്തിനും പിന്നെ അലൈൻമെൻറ്റ് മാറ്റങ്ങൾക്ക് ശേഷം തിരുവനന്തപുരം മെട്രോ വീണ്ടും പാളത്തിലോട്ട് കയറാൻ പോവുകയാണ്. വീണ്ടും എത്താൻ സാധ്യതയുണ്ട്. ഈ മാസം നിർണായകമായ തീരുമാനമുണ്ടാകുമെന്നാണ് ഇപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്.